ഹായ്, ഞാൻ ഈ പ്രാവശ്യം ടൂറ് പോയത് നമ്മൾ എന്നറിയപ്പെടുന്ന ഒരു ടൂറ് ആൾക്കാരെ കൂടിയാണ്. അത് അമൽ എന്ന് പറഞ്ഞൊരു കക്ഷിയാണ് അതിൻ്റെ കോർഡിനേറ്റർ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു 9 മണിക്കാണ് ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് പോയത്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുനിന്നാണ്. അതൊരു മിനി ബസ്സായിരുന്നു. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 24 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കേരളത്തിൻ്റെ കണ്ണൂരിൽ നിന്നും ട്രിവാൻഡ്രത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും അങ്ങനെ പല ജില്ലകളിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ ആൾ ഞാനായിരിക്കാം. എന്നിട്ട് ഞങ്ങൾ ഒരു 2 മണിയോടുകൂടി നമ്മൾ ഇവിടെ അടിമാലിയിൽ എത്തി. അവിടെ നിന്ന് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് നല്ല ഹോട്ടലായിരുന്നു, നല്ല ഫുഡായിരുന്നു. അതുകൂടാതെ പിന്നെ ഡാൻസും ഇങ്ങനെ കൊണ്ടുപോകുന്ന എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാ ചെയ്യണം. ഞാനും ഇതിക്ക് മുമ്പ് പലരെ കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു വൈബാണ്. കാരണം വെച്ചാൽ നമുക്ക് 2 ദിവസം കിട്ടണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ അതിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് വന്ന എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ടായിരുന്നു. കാരണം ഇപ്പം ഈ മൺസൂൺ സമയമായതുകൊണ്ടിട്ട് എല്ലാം വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് ചെറിയ അരുവിയാണെങ്കിൽ പോലും അവിടെ നിറയെ വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അതിനെ കാട്ടിൻ്റെ അകത്തോട്ട് പോകുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇലകളൊക്കെ നല്ല പച്ചയായിട്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണ്. നമ്മളതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ മറന്നു പോകും. നമ്മൾ വേറൊരു ലോകത്താണത്. ഒരു 5 മണിയോടുകൂടി ഞങ്ങൾ സൂര്യനെല്ലിലെത്തി. അവിടെ മേലെ നമുക്ക് ഒരു ഹോളുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് നമുക്ക് ഫുഡെല്ലാം അറേഞ്ച് ചെയ്യണം. ബ്ലാക്ക് കോഫി, ടീ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് ഇത് സൂര്യനെല്ലിയിൽ വാട്ടർ ഫ്രണ്ട് ടെൻറ്റ് ഹോട്ടലാണത്. 7 മണിയോടെ വീണ്ടും നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഈ ഹാളിൽ വന്ന് എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കുറച്ചും കൂടി ഡീപ്പായിട്ട് പരിചയപ്പെട്ട് ഓരോരുത്തർ എന്താണ് ചെയ്യണത് അങ്ങനെയൊക്കെ സംസാരിച്ച് കുറേ പാട്ടുണ്ടായിരുന്നു. പിന്നെ ഡാൻസ്, അതുകൂടാതെ ഗെയിം ഉണ്ടായിരുന്നു. കുറേ ഗെയിമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളൊരു 9 മണിയായപ്പോൾ ഡിന്നർ കഴിക്കാനിരുന്ന് കഴിഞ്ഞപ്പോൾ അപ്പുറത്തൊരു ടീം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ടെൻറ്റിൻ്റെ അടുത്ത് കുറേ തമിഴ് ആൾക്കാരെ ഒന്നുണ്ടായിരുന്നു. അവരും ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു, ചെറുപ്പക്കാരൊക്കെ ഇരുന്ന്. അവർ നമ്മുടെ കൂടി കളിച്ച്. അവരാണെങ്കിൽ തമിഴ് പാട്ടിൻ്റെ ആൾക്കാരായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ നല്ല തമിഴ് പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ നല്ല ഡെപ്പങ്കൂത്ത് സാധനമൊക്കെ കളിച്ച്. അപ്പോൾ ഒരാൾ ഗിറ്റാർ വായിക്കും, അയാൾ തന്നെ പാട്ട് പാടും. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു 2 മണിക്കൂറോളം അങ്ങനെ പല പാട്ടുകൾ പാടി. പിന്നെ ഓരോരുത്തർ പറയണ പാട്ടുകൾ അങ്ങനെ പാടും. അതുകൂടാതെ നമ്മൾ ഇഷ്ടമുള്ളവരൊക്കെ പാട്ട് പാടാം. പക്ഷേ നല്ലൊരു വൈബായിരുന്നു. അത് ഒരു 2 മണിവരെ അങ്ങനെ പോയെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്ന 1 മണിയായപ്പോൾ ഞാൻ എണീറ്റ് പോയിട്ട് കിടന്നു. കാരണം രാവിലെ എണീറ്റിട്ട് നമുക്ക് ചതുരംഗപ്പാറയിൽ പോകേണ്ടതാണ്. അപ്പോൾ 2 മണിക്കൂറം കിടന്നുറങ്ങിയില്ലെങ്കിൽ ടയർഡായി പോകും. അപ്പോൾ ഭാഗ്യത്തിന് അപ്പോൾ ഒരു ടെൻറ്റിൽ നമ്മൾ 2 പേര് അല്ലെങ്കിൽ 3 പേരാണ് കിടക്കണം. 5 മണിയായപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 4 ജീപ്പായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 പേര് ഉൾപ്പെടെ നമ്മൾ കാലത്ത് പോയാലേ നമ്മൾ സൺറൈസ് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു 5 മണിക്ക് മുമ്പായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചതുരംഗപ്പാറയിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ ചതുരംഗപ്പാറയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും തന്നെ വെളുപ്പിന് എനിക്ക് തന്നെയാണ്. സൂര്യനൊന്നും ഉദിച്ച് വന്നില്ല. മേഘമൊക്കെ ഭയങ്കര രസമായിരുന്നു, നല്ല ഭംഗിയിലുണ്ടാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അടിപൊളി കാറ്റാണ്. അത് നമ്മളെ വരെ വലിച്ചുകൊണ്ട് പോകും. ഞങ്ങളൊരു 7 മണി വരെ അവിടെ സമയം സ്പെൻഡ് ചെയ്ത് തിരിച്ച് പോകുന്ന വഴി ഒരു വലിയ ലേക്ക് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും ഇറങ്ങി സമയം സ്പെൻഡ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു പയ്യന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവന് കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിച്ച് തന്ന് ഞങ്ങൾക്ക് പോരാൻ നേരത്ത് അവൻ്റെ ഒരു കേക്ക് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്ത് അവൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ച് ഒരു 10 മണിയോടുകൂടി നമ്മൾ സ്പോട്ടിലെത്തി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. സൂര്യനെല്ലിയിൽ എന്നെ കൂടി വന്ന 2 സുഹൃത്തുക്കളാണ്. അവരുടെ അനുഭവം ഒന്ന് ഷെയർ ചെയ്തോളൂ. പല സ്ഥലത്തു നിന്നും വന്ന കുറച്ച് ആളുകളുമായി കുറേ അധികം സമയം ചെലവഴിക്കാൻ സാധിക്കും. പുതിയ സൗഹൃദങ്ങളെ കണ്ടെത്താൻ സാധിക്കും. ഇനി വീണ്ടും ഈ ഒരു നിമിഷം തിരിച്ചു വരുമോ എന്ന് തന്നെ അറിയത്തില്ല. എങ്കിലും ഒരുപാട് നല്ല മനുഷ്യർ, ഒരുപാട് നല്ല മുഖങ്ങൾ കാണാനും പരിചയപ്പെടാനും സാധിക്കും. ഇനിയും അവരെ കൊണ്ടുപോകാൻ
പേര് പറ. ഞാൻ ട്രിപ്പ് 2 ദിവസം വളരെ എൻജോയബിൾ ആയിരുന്നു. ടെൻറ്റ് സ്റ്റേ സ്പെഷ്യലി, പിന്നെ ഇന്നലത്തെ എല്ലാവർക്കും കൂടി ഉണ്ടായിരുന്ന ഒരു മൊമെന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഹാവിങ് ദിസ് ട്രിപ്പ്. ഇനി ഇങ്ങനത്തെ ട്രിപ്പുകൾ വരണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മഴയുടെ ഒരു പ്രശ്നം കാരണം നമുക്ക് നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യലിൽ എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ക്ഷീണമില്ല. കാരണം എല്ലാവരും ഒരുമിച്ചുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതുപോലത്തെ ഒരുപാട് ട്രിപ്പുകൾ ഇനി തീർച്ചയായിട്ടും ഇനിയുണ്ടാവും. ഓക്കെ, താങ്ക് യു. ഇത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുണ്ടക്കയം അല്ലേ, മുണ്ടക്കയത്തുള്ള കക്ഷിയാണ്. ഭയങ്കര വൈബാണ് പുള്ളി. പാട്ട്, ഡാൻസ് എല്ലാം ചെയ്യും. എല്ലാവരും മോട്ടിവേഷൻ ചെയ്യണ ഒരു കക്ഷിയാണ്. നല്ലതാണ്. ഇനി എന്തെങ്കിലും ഉണ്ട് അയാൾ പറയട്ടെ. ട്രിപ്പ് അടിപൊളിയായിരുന്നില്ലേ? നല്ലതായിരുന്നില്ലേ? ഓക്കെ. നല്ലൊരു മൊമെന്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. എൻജോയ് ചെയ്യാൻ പറ്റി. മഴയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ സൂര്യനെല്ലിയിൽ നിന്ന് ഏതാണ്ട് ഒരു 12 മണിയോടുകൂടിയാണ് തിരിച്ചു പോകുന്നത്. മൂന്നാർ വഴിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ആ സമയത്ത് കുറച്ച് മണ്ണ് ഇടിഞ്ഞുകൊണ്ട് റോഡെല്ലാം കുളമായിരുന്നു. വീണ്ടും ഞങ്ങൾ തിരിച്ച് പോകുന്നത് കല്ലാർ ഡാം വഴിയാണ് പോകുന്നത്. ആ വഴി കുറച്ച് റോഡൊക്കെ ചെറുതായിരുന്നു, പക്ഷേ 2 വശം കാടായതുകൊണ്ടിട്ട് നല്ല രസമായിരുന്നു ആ റൂട്ട്. പിന്നെ ഡാമിലൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടാതെ ചെറിയ അരുവിയിൽ കൂടി പറയാൻ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, വെള്ളച്ചാട്ടമൊക്കെ കാണാമായിരുന്നു. ഞങ്ങളൊരു 3:30 മണിക്കാണ് പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തിയത്. നല്ല ഹോട്ടലായിരുന്നു, നല്ല ഫുഡൊക്കെ ആയിരുന്നു. 5 മണിയോടുകൂടി അങ്കമാലിയിലെത്തിയായിരുന്നു. അങ്കമാലിയിൽ നിന്നാണ് എല്ലാവരും തൃശ്ശൂർ, ട്രിവാൻഡ്രം, എറണാകുളത്തേക്ക് പോകുന്നത്. എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അവർ വേറെ പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ ഞാൻ കൂടെ പോകുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ഗുഡ് ബൈ.